ആശയവിനിമയത്തിനുള്ള ശേഷി ഓരോ കുട്ടികളിലും വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്നുള്ള ഒരു വലിയ ആസ്പെക്റ്റാണ്. അതിനകത്ത് പബ്ലിക് സ്പീക്കിംഗ് വരും, ഒരു ഡിബേറ്റ് ആണെങ്കിൽ ഡിബേറ്റ് വരും, മറ്റാൾക്കാരെ കാണുമ്പോൾ സംസാരിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോളജ് ഷെയർ കൊടുക്കേണ്ടതായിട്ട് വരും. ഒഫീഷ്യൽ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. പലപ്പോഴും ആശയവിനിമയം എന്ന് പറയുന്ന കാര്യം നമ്മൾ പ്രാകൃത മനുഷ്യരായിരുന്നപ്പോൾ നമ്മൾ ആശയവിനിമയം ചെയ്തിരുന്നത് പലപ്പോഴും ആംഗ്യങ്ങളിലൂടെയായിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചില ലിപികൾ രൂപപ്പെടുത്തി, ഭാഷകൾ രൂപപ്പെടുത്തി, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്ന സംഭവം നടത്തുന്നത്. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും ആശയവിനിമയം ചെയ്യാൻ വളരെയധികം കഴിവ് കുറവാണ് എന്നുള്ളതാണ് കാണുന്നത്. പലപ്പോഴും BSc ഒരു ഇൻ്റർവ്യൂവർ പറയായിരുന്നു, BSc നഴ്സിങ്ങിന് 100ഓളം വേക്കൻസി ഉണ്ട്. അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അവർ നഴ്സിംഗ് സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു കൊണ്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഒരു കുഴപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. ആശയവിനിമയം ചെയ്യത്തില്ല. നമ്മുടെ ലെക്ചർ മെത്തേഡിൽ ഇങ്ങനെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്നു. ഒരു ആശയവിനിമയം ചെയ്യാനുള്ള സ്കില്ലുകൾ ചുരുക്കം ചില സ്കൂളുകൾ, ഞാൻ അത് കണ്ടിരിക്കുന്ന തിരുവനന്തപുരം ലയോള സ്കൂളുകളിലൊക്കെ മാത്രമാണ്. അവിടെ ഇങ്ങനെ പലപ്പോഴും പത്രക്കട്ടിങ്ങളിൽ നിന്ന് വായിച്ചിട്ട് വന്നിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന സ്കില്ലുകൾ വളർത്തിയെടുക്കുന്ന സ്കൂൾ തലം മുതലേ ഇങ്ങനെ 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഇങ്ങനെ ആശയവിനിമയം ചെയ്തും ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്തും ഒക്കെ വളർത്തിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ റൈറ്റിംഗ് സ്കില്ലുകൾ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷകൾ വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ സ്കില്ലുകൾ പലപ്പോഴും അസസ് ചെയ്യുന്നത്. അതുമാത്രം പോരാ, സ്കൂൾ കരിക്കുലത്തിൽ നമ്മൾ മെയിനായിട്ട് ഒരു ആഴ്ചയിൽ 2-3 ദിവസം കുട്ടികൾ സംസാരിക്കുക. അവർ ഒരു പത്രക്കട്ടിങ് വായിച്ചിട്ട് അതിനകത്തെ ഒരു സംഭവം, ഒരു ന്യൂസ് എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കാൻ സ്കൂൾ ടൈമിൽ സമയം കിട്ടിയില്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുക. പലപ്പോഴും തിരുവനന്തപുരം YMCA നമ്മളിങ്ങനെ ടേബിൾ ടോപ്പിക്സ് ഇട്ടിട്ട് നമ്മുടെ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് ഒരു ടേബിൾ ടോപ്പിക്സ് ഇട്ടിട്ട് അപ്പോൾ ഒരു ടോപ്പിക്ക് ഒരാളിടും, വേറൊരാൾ അതെടുത്ത് സംസാരിക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ച് ആ ഒരു സംസാരിക്കാനുള്ള ഒരു അറപ്പ് എന്ന് പറയുന്ന സംഭവം മാറ്റിയെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ പോസ്റ്റ് ഡോക്കും PhDയും പോസ്റ്റ് ഡോക്ടറേറ്റും ഒക്കെ എടുത്തിട്ടും സംസാരിക്കാൻ പറ്റാത്തവരെ ഞാൻ തിരുവനന്തപുരം YMCAയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും വന്നിട്ട് സംസാരിക്കാൻ പറ്റാതെ തിരിച്ചു പോയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കാനുള്ള സ്കില്ല് നമ്മൾ കുട്ടികളിൽ ഇമ്പാർട്ട് ചെയ്യണം. നമ്മൾ ഒരു വശം മാത്രം എഴുതുന്ന സ്കില്ലുകൾ മാത്രമാണ് കൂടുതലും നമ്മൾ വളർത്തിയെടുക്കുന്ന സ്കൂൾ തലങ്ങളിലൊക്കെ. മറ്റുമല്ല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെയല്ല. കമ്മ്യൂണിക്കേഷൻ, ഡിബേറ്റ്, ഓക്സ്ഫോർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്സ്ഫോർഡ് സന്ദർശിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഡിബേറ്റിംഗ് ക്ലബ്ബുകൾ ഒത്തിരിയുണ്ട്. ഡിബേറ്റിംഗ് ക്ലബ്ബുകൾ അവർ നാളത്തെ ഭരണകർത്താക്കളാണ്. അവിടെ ഓരോ കോളേജിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ നെൽസൺ മണ്ടേല പഠിച്ച സെൻറ് മേരീസ് സ്കൂളിൻ്റെ കോളേജിൻ്റെ മുമ്പിലാണ് ഇതിലൊക്കെ ഇതുവഴി നെൽസൺ മണ്ടേല പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ബേനസർ ഭൂട്ടോ പഠിച്ചു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ആവശ്യമാണ്. ഞാനൊരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇതിനോടൊപ്പം ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങൾക്കത് കാണുക. നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കേണ്ട അത്യാവശ്യമാണെന്ന്